ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു ഡേ ഔട്ട് വീഡിയോ ആണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഞാനിത് കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോയാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് എൻ്റെ ഫോണൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ ഈ വീഡിയോ കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഹാദിയുടെ കുറേ എക്സ്പ്രഷൻസ് കാണാം നമുക്ക്. ഹാദി കുറേ നേരം എന്താ ഇവിടെ നടക്കുന്നത്, അമ്മ എന്താ കാണിക്കണേന്നൊക്കെ നോക്കിയിട്ട് കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവൻ എന്തൊക്കെയോ പാലുകുപ്പിയിൽ വെള്ളമൊക്കെ കുടിച്ച് ഗൈസ്. നമ്മളിപ്പോൾ ഈ കുപ്പിയൊക്കെ മാറ്റി ഇപ്പോൾ നമ്മൾ കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. ഇത് പണ്ടത്തെ ആയതുകൊണ്ടാണ് ഈ കുപ്പി, നമ്മുടെ പാലും കുപ്പി. അങ്ങനെ നമ്മൾ ഹാദീനെയും കൊണ്ട് നമ്മൾ നേരെ പോയത് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഐ ലവ് കൊച്ചി ഗുണഗയിലാണ്. നമ്മൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോയത് പെൻറ്റാമേനകയിലേക്കാണ്. കാരണം പാർക്കിംഗ് അറിയാലോ എറണാകുളത്ത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി. അവിടെ പെൻറ്റാമേനകയിൽ ഉമ്മച്ചിയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ല, ഫോണിൻ്റെ ചില്ല് ജസ്റ്റ് അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടെ കൊടുത്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളവിടെ ഫോണൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ റിട്ടേൺ വന്ന വഴിക്ക് നമ്മളിത് വടാപ്പാവ് സെൻറ്റർ കൺട്രീസ്. അപ്പോൾ പണ്ടൊക്കെ പാനിപ്പൂരി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഞാനതങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു. ഞങ്ങളെന്തോ സമൂസ ചാട്ടും പിന്നെ എന്താ വേറെ മസാല ചാട്ടും അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റൊക്കെ തന്നെ ഞാൻ ഫിനിഷല്ല, ബാലൻസ് ആക്കി. അങ്ങനെ പിന്നെ നമ്മൾ പോയത് നമ്മുടെ കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കുടിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. നമ്മൾ പച്ചമാങ്ങ ഫ്ലേവറിലാണ് കുടിക്കുന്നത്. അതിൽ ആ എരിവും ആ ഒരു മധുരമൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. അപ്പോൾ പണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അത് ഓരോരുത്തരുടെ ഇതായിരിക്കും എന്ന് തോന്നുന്നു. ഇതും അടിപൊളിയായിരുന്നു. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഓർമ്മകൾ തന്നു ഗീസ്. അങ്ങനെ അതെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് കുടിക്കുകൾ എടുക്കുന്നത്. അങ്ങനെ ആദ്യം ഇക്കാക്കാണ് കുടിച്ച്, ഇക്കാക്ക കുടിച്ചതിന് ശേഷം ഞാൻ കുടിച്ചു ഗൈസ്. അങ്ങനെ ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറേ കടകളുണ്ട്. നമുക്കതിൽ ഏത് കടയിൽ നിന്ന് വേണമെങ്കിൽ കുടിക്കാം. അവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് ആ ഒരു കുലുക്കിയുടെ സാധനം മാത്രമേ കുടിച്ചുള്ളൂ. ഞങ്ങൾക്കതാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിത് നേരെ പോയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗുണാക്കിയിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇക്കാക്ക് റിട്ടേൺ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സൗണ്ട് കേട്ടു ഗൈസ്. ആ മൂങ്ങയുടെ കഴിഞ്ഞ കണ്ണുക നമ്മുടെ മുമ്പിലേക്ക് ഞാൻ നോക്കി ഗൈസ്. അപ്പോൾ അവൻ്റെ ഹാദിക്കൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഹാദി സീനില്ല, അവൻ സമാധാനമായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ നേരെ അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആദ്യം എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അവരെന്തോ കുറേ സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സൗണ്ടാണ് കേൾക്കുന്നത്. ഗുഹയുടെ ഉള്ളിലൊരു ഭയാനകപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ടൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ അവർ കുറേ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതെന്തോ തെർമോ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് ആ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആർട്ടിഫിഷ്യലാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കുറേ നടന്നു. അപ്പോൾ ഓരോരോ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഹാദിനാണ് നോക്കുന്നത്. പക്ഷെ ഹാദിക്ക് അതൊന്നും അറിയാൻ ആയിട്ടുള്ളൊരു ഇതായിട്ടില്ലാത്തതാണെന്ന് തോന്നുന്നു. അവന് വലിയ സീനൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഓരോ സ്ഥലത്തിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. നടന്നിട്ടാണ് തീരുന്നില്ല, കുറേ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുറേ പേരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫിലിമിൽ കണ്ടേക്ക പോലെ തന്നെ അത് അത്യാവശ്യം മാന്യമായിട്ട് ഡീസൻ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെളിച്ചമുണ്ടാവും, പിന്നെ ഇടയ്ക്ക് ഇരുട്ടാവും, പിന്നെ ഇടയ്ക്ക് വെളിച്ചമുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആദ്യം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ നേരെ ചെല്ലണത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീണ് പോണ കുഴിയില്ലേ, ആ കുഴിയുടെ സംഭവത്തിലേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ ആ പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടെ മണ്ണ്
കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്. ഇപ്പോൾ എറണാകുളം കഴിഞ്ഞ് മൂവാറ്റുപുഴയിലൊക്കെ തുടങ്ങി തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് പോയായിരിക്കും. ഞാനിത് കുറച്ച് ലേറ്റായിട്ടാണ് ഇടുന്നത്. ഞാൻ ഇത് ഉള്ള സമയത്ത് എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല, ഞാനത് വിട്ടുപോയി. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്ന, ബേഡ്സ് കാര്യങ്ങൾ കുറേ. പിന്നെ എന്താണ് ഈ ഫോണിൽ ഇങ്ങനെ കറങ്ങൂലേ, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാമ്പിനെ ഇക്കാക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ് ഇക്കാക്ക് എടുത്താണ്. ഇക്കാക്ക് ഇഷ്ടവും പേടിയും ഒന്നും ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സാധനം പേടിയുമാണ്. എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക് എടുത്തു ഗൈസ്. എനിക്കാണെങ്കിൽ ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ പാമ്പ്. ഞാൻ പെട്ടെന്ന് ബാക്കിലായിക്കുവാൻ ഞാൻ അങ്ങനെ ഹാദിക്ക് പിന്നെ പാമ്പ് എന്താ സാധനം, അത് ഇതിപ്പോൾ വിഷമൊന്നും ഇല്ലാത്ത പാമ്പാണ്, എന്നാലും കൊത്തുമോ ഇതെന്താണ് സാധനം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഹാദിക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ല. അതൊക്കെ കണ്ട് വെറുതെ നിൽക്കണം. നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിൻ്റെ തല വന്നെ കാണുമ്പോൾ തന്നെ എന്താണ്ടൊക്കെ പോലെ. എന്നിട്ട് ഇക്കാക്ക് പിന്നെ തലയും കൂടെ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ തലയിലേക്ക് ഇട്ടപ്പോൾ പാമ്പിൻ്റെ തല വേറെ ഏതോ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊരു വഴുവഴുപ്പാണ് ഈ പാമ്പിന്, ഇങ്ങനെ ഞൊളങ്ങിങ്ങനെ കേടും ഗൈസ്. അങ്ങനെ കുറേ പേരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും. പിന്നെ കുറേ പേര് മറ്റേ വെള്ളിക്കാട് തത്തയില്ലേ, ആ തത്തേനെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എടുക്കണ്ടായിരുന്നു. പിന്നെ ഇഗ്വാനേനെ എടുക്കുന്നവരുണ്ട്. ഞങ്ങൾ വേറെ ഒന്നും എടുത്തില്ല. ഞങ്ങൾക്കാകെ ഈ പാമ്പ് മാത്രം എടുത്തുള്ളൂ. ഓരോന്നിനും ഓരോ റേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വന്നത് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ മാതാമക്കുണ്ടിയുടെ അടുത്തേക്കാണ്. മാതാമക്കൂടെ കണ്ടപ്പോൾ തന്നെ ചെടിച്ച ഗൈസ്. അങ്ങനെ നമ്മൾ മാതാമക്കൂടെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ ഇതുപോലെ പല കളറിൽ വരുന്നതൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ഒരു കളറിൽ ഉണ്ടാക്കി നമുക്ക് തന്നു. അപ്പോൾ പിന്നെ ഹാദിക്കും ഇത്ര തന്നെ ആവുന്നതുകൊണ്ട് വിശക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേടിച്ചു. ഹാദിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ അതിൽ 11 നിന്ന് ഞാനിതൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ തിന്നതിന് ശേഷം നമ്മൾ നേരെ വന്നപ്പോൾ ബേഡ്സ്, ഫിഷ്, അതുപോലെ തന്നെ പിന്നെ ഹെന്ന്, മറ്റേ കോഴികളുടെ പല വെറൈറ്റി, പിന്നെ അതുപോലെ തന്നെ പൂച്ചകൾ, പ്രാവുകൾ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ നോക്കിയപ്പോൾ എങ്ങനെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വന്ന് എങ്ങനെ അതൊക്കെ പിടിപ്പിക്കണം എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു കേസ്. കാരണം എങ്ങനെയാണ് ഇങ്ങനെ അക്യൂറേറ്റ്, കാരണം ലൈറ്റും വെള്ളമൊക്കെ ഇങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പറിച്ച് നടത്തുകൊണ്ട് അതെങ്ങനെ ഇത്ര പോസിബിൾ ആവണമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. അതിനെ നമ്മൾ മുമ്പ് 2 ടൈപ്പ് അക്വേറിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. ആദ്യം നമ്മൾ മറൈൻ വേൾഡിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് ഇവൻ ചെറുതാണ്, എന്തോ 6 മാസം 7 മാസം എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവനക്കൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവനിങ്ങനെ വായും വിളിച്ച് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കൊണ്ടുപോയത് പെരുമ്പാവൂർ ഇതുപോലെ എന്തോ എക്സ്പോ വന്നപ്പോൾ കൊണ്ടുപോയായിരുന്നു. ആ സമയത്തും ഇവൻ എന്തോ അവർക്ക് വലിയ കാണുമ്പോൾ ഒരു കൗതുകം തോന്നണില്ല. ചെറുതായിട്ട് കണ്ടു എന്നൊക്കെ അല്ലാതെ വേറൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കൊണ്ടുപോയപ്പോൾ അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാം മിക്കതും ഇപ്പോൾ കുഴപ്പമില്ലാതെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ നമ്മൾ അതിനെയും കൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ കാണിച്ചപ്പോൾ ഓരോ വെറൈറ്റീസ് ഓഫ് ഹെന്ന് കണ്ടില്ലേ, അതിൻ്റെ തലയിലേക്ക് കൂടെ മൊത്തം കണ്ണിലേക്ക് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞ ചിരി വരായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷിൻ്റെ സംഭവം തീർന്നില്ല ഗൈസ്. കുറേ ഉണ്ട്. നടന്ന് നമ്മുടെ ഉപ്പാടുള്ളതും. അങ്ങനെ നമ്മൾ കണ്ട് പതുക്കി കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹാദിക്കൊരു എൻജോയ്മെൻ്റാണ്. അതിനെ ഇറക്കി വിടാൻ എനിക്ക് പേടിയും. കാരണം അവരെ എങ്ങടാന്ന് വെച്ചാൽ അവനെ ഓടും. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ ഓടേണ്ടി വരും. അതുകൊണ്ടാണ് അവനെ തന്നെ എടുത്തുകൊണ്ട് തന്നെ നടക്കുന്നത്. കാരണം പിന്നെ എടുത്തുകൊണ്ട് നടന്നാലല്ലേ ഈ മുകളിലുള്ള ഫിഷൊക്കെ അവന് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നടന്നത്. അങ്ങനെ നമ്മുടെ ഫിഷിൻ്റെ അംഗം ഏകദേശം തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ലാസ്റ്റ് ഈ ഫിഷ് കണ്ടോ, ഇത് വെള്ളിക്കാട്ട് ഫിഷാണ്. ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഇത് നമ്മൾ പണ്ടൊക്കെ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മുടെ അക്വേറിയത്തിൽ എന്തോ അടി കിടക്കുന്നത് മാത്രം എനിക്ക് അതേക്കെ പോലെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ അതിന് ഇക്കാക്കാനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫിഷിൻ്റെ കലാപരിപാടികൾ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ അടുത്തത് പ്രവേശിച്ച് എവിടെയാണെന്ന് വെച്ചാൽ ഫർണിച്ചർ മേളയാണ്.
നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കാലെടുത്ത് വെച്ചു ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഫർണിച്ചർ മേള കണ്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് ബെഡിൽ കിടക്കാം, കസേരയിലിരിക്കാം, വാ വാ വാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറേ സാധനങ്ങൾ, കുറേ മെഷീൻസ് ആണെങ്കിലും അക്യുപഞ്ചർ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഫ്ലോർ ക്ലീനർ, സോപ്പ്, ചീപ്പ്, പിന്നെ മസാജർ, പിന്നെ വളങ്ങൾ, പിന്നെ മറ്റേ വിത്തുകൾ, തുണികൾ, ബാഗുകൾ, കൊടകൾ, എന്ത് വേണ്ട ബാഗ് കണ്ട, ട്രോളി തുടങ്ങി, ബെൽറ്റ്, അങ്ങനെ എല്ലാ കുറേ എണ്ണ പറ്റുന്നു. കുറേ കടകളുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ മുട്ടിന് എന്തോരം കടകളാണെന്ന് അറിയാമോ. കുറേ പേര് അവിടെ നിന്ന് പർച്ചേസും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പർച്ചേസൊന്നും ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോയെന്നുള്ളൂ. കാരണം ഇതുപോലത്തെ കുറേ കടകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും കുറേ സാധനങ്ങൾ മേടിക്കണവർക്ക് കുറേ സാധനങ്ങൾ മേടിക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ വെയിറ്റ് അച്ചാറിൻ്റെ സൈഡിൽ വന്നപ്പോൾ എനിക്ക് നല്ല മണടിച്ചു. ഞാൻ ജസ്റ്റ് 5 സെക്കൻഡ് ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ പോകാൻ നേരത്തെ ഇക്കാക്ക അറ്റത്തും കണ്ടെത്തി കഴിച്ചിട്ട് കുറ്റോട്ടത്തിലാണ്. ഞാൻ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പതുക്കെ നമ്മൾ ഇക്കാക്ക അവിടെ നിൽക്കുന്നു കഴിച്ചു. ഞാൻ എന്താ വരാൻ പറ്റിയെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അച്ചാറിൻ്റെ മണം കേട്ടുന്നൊക്കെ. അങ്ങനെ നമ്മളിതാ പോയിട്ടാണെങ്കിലും തീരുന്നില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കടകൾ നിറച്ച് കവിഞ്ഞ് നിൽക്കായിരുന്നു ഗൈസ്. ഇത് കുറേ ദിവസമായി കടകളുടെ സംഭവം തുടങ്ങിയിട്ട്, അതിന് ശേഷം കണ്ടാണ് ഗുണാക്കിൻ്റെ സംഭവം സെറ്റപ്പ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇത് എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എന്തോ പ്ലാസ്റ്റിക്കാണോ എന്തോ വേസ്റ്റിൻ്റെ എന്തോ ഒരു സംഭവം ചെയ്യണം എന്തോ സാധനമാണ് ഗൈസ്. അപ്പോൾ അത് ഫുഡ് മസാജാണ്. അങ്ങനെ ഞാൻ അത് ഒഴിച്ച് കാണിച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ ഒന്നും കയറിയതാണ് ഗൈസ്. അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ അവിടെ നിന്നും പോന്നു. പിന്നെ ചെടികളായി, കടകളായി, അങ്ങനെ അവസാനം ബുക്സായി, ഫ്രെയിംസായി, അങ്ങനെ എല്ലാം തീർന്നു ഗൈസ്. അതാണ് അതിൻ്റെ എൻഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോന്നപ്പോൾ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനത്തെ മേളകളുടെയൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്താണ് ഉണ്ടാവുക, ഫുഡ്. അതുപോലെ തന്നെ പഴംപൊരി, വട, മുളക് ബജി, അങ്ങനത്തെ ഫുഡും ചായ ഐറ്റംസും മൊത്തമാണ് ഇനിയുള്ളത്. നമ്മൾ ഇത്രയും നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇരുന്നപ്പോൾ എന്താണ്, ഞാൻ ചായ കുടിയില്ല, അതുകൊണ്ട് ഞാൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും കടി, പിന്നെ ഹാദിക്ക് എന്തെങ്കിലും കൊടുക്കണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ചത് വടയും ചമ്മന്തി. അങ്ങനെ ഇക്കാക്ക എന്തോ പഴംപൊരി എന്തോ മേടിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ 2 കപ്പിൾസ് അപ്പുറത്ത് നാടുന്ന് പോയി. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച സമയമായതുകൊണ്ട് തിരക്ക് കുറവുണ്ടായിരുന്നു, നല്ല പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പോവാണ്. അപ്പോൾ പുറത്തും കുറേ റൈഡ് കാര്യങ്ങൾ, കടകൾ, പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും നോക്കിയില്ല. പിന്നെ നേരെ നമ്മളവിടെ നേരെ അറ്റത്ത് വരുന്ന പിള്ളേരുടെ മറ്റേ ബോട്ടില്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കണം, ആ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് കുറച്ച് ഒന്ന് നീങ്ങുമ്പോൾ കാണാൻ പറ്റും. ആ ബോട്ട് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എൻഡിൽ വരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിതാ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.